കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരു സ്കിൻ കെയർ ടിപ്പാണ് പറയുന്നത്. വേനൽക്കാലത്ത് നമ്മുടെ സ്കിൻ ഏറ്റവും ഭംഗിയായി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും. എങ്കിലും വേനൽക്കാലത്ത് നമ്മളൊരു സ്പെഷ്യൽ പരിചരണം കൊടുക്കണം. മുഖത്ത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നിവ പതിവായി ചെയ്യുകയും നമ്മൾ സ്ക്രബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മളുടെ സ്കിൻ നല്ലതുപോലെ നോക്കാറുണ്ട്. പക്ഷേ പെട്ടെന്ന് തിളക്കം മങ്ങുന്ന പല ശരീരഭാഗങ്ങളും നമ്മൾ അപ്പോഴും അവഗണിക്കാറുണ്ട്. മുഖത്തിന്റെ പരിചരണത്തിൽ മാത്രമല്ല ശ്രദ്ധ നൽകേണ്ടത്, പെട്ടെന്ന് തിളക്കം മങ്ങാനിടയുള്ള ചില ശരീരഭാഗങ്ങൾക്കും കൂടി പ്രത്യേക പരിചരണം നൽകിയാൽ നമ്മുടെ ചർമ്മത്തിന്റെ ഭംഗി എന്നും നിലനിർത്താം. പതിവായുള്ള നമ്മുടെ സൗന്ദര്യ പരിചരണത്തിൽ ഈ കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് കൈകാൽ മുട്ടുകൾ. മൃദുലമല്ലാത്ത പ്രതലത്തിൽ നമ്മൾ വ്യായാമത്തിന്റെ ഭാഗമായോ അല്ലാതെയൊക്കെ പതിവായി മുട്ടൂത്തി നിൽക്കുന്നത് കാരണം നമ്മുടെ കാൽമുട്ടുകളിലെ ചർമ്മം വരണ്ട് ഒരുപാട് കട്ടിയുള്ളതാകാനും നിറമങ്ങാനും ഒക്കെ ഇടയുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ വളരെ മൃദുലമായ മാറ്റ് ഉപയോഗിച്ച് വ്യായാമം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ പുരട്ടാൻ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കാൽമുട്ടുകളിലും സ്ക്രബ് പുരട്ടണം. കൈ കുത്തിയിരിക്കുക, പിന്നെ വെയിലേൽക്കുക എന്നിവയൊക്കെ കാരണം കൈമുട്ടുകളുടെ നിറമങ്ങാനും ഈ ചർമ്മം വരണ്ടതാകാനും ഒക്കെ ഇടയുണ്ട്. അതുകൊണ്ട് കൈമുട്ടുകളിലും നമ്മൾ പതിവായി മോയ്സ്ചറൈസർ പുരട്ടുകയും ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾ ചിലർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കാൽപാദം. കാൽപാദങ്ങളിൽ ദിവസവും 2 നേരം ഫുഡ് ക്രീം പുരട്ടണം. പകൽ നമ്മൾ മുഴുവൻ സമയവും പാദരക്ഷ അണിയേണ്ടതില്ല. വീട്ടിനകത്താണെങ്കിൽ നിശ്ചിത ഇടവേളകളിൽ നമ്മൾ പാദരക്ഷ മാറ്റി നമ്മുടെ കാലുകൾക്ക് വിശ്രമം നൽകണം. കാലുകൾക്ക് കൃത്യമായി ഒരു താങ്ങ് നൽകുന്ന പാദരക്ഷ തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇറുക്കമുള്ള പാദരക്ഷ അണിയുന്നത് ഒഴിവാക്കിയാൽ പാദങ്ങൾക്ക് വേദന, തഴമ്പ് എന്നിവ ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. പിന്നീട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കൈവിരലുകൾക്കിടയിൽ വിയർപ്പ് തങ്ങി നിൽക്കുന്നത്. അത് പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ നനവ് ഒപ്പിമാറ്റാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഹാൻഡ് വാഷ്, ഹാൻഡ് സാനിറ്റൈസർ എന്നിവ പതിവായി ഉപയോഗിക്കുന്നത് കൈകളിലെ ചർമ്മത്തിന്റെ ആ ഒരു മൃദുത്വം ഇല്ലാതാക്കും. അതുകൊണ്ട് എപ്പോഴും വീര്യം കുറഞ്ഞ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ദിവസവും മോയ്സ്ചറൈസർ പുരട്ടുകയും ചെയ്യണം. ആഴ്ചയിലൊരിക്കൽ സ്ക്രബും പുരട്ടുക. അടുത്തതായി നമ്മൾ കഴുത്തിനെ ആണ് ശ്രദ്ധിക്കേണ്ടത്. മുഖത്ത് നൽകുന്ന പരിചരണം കഴുത്തിനും എപ്പോഴും നൽകാൻ ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും പ്രകൃതിദത്തമായ സ്ക്രബ് ഉപയോഗിച്ച് ഈ ഒരു കഴുത്തിന്റെ ചർമ്മത്തിലെ മൃതകോശങ്ങളൊക്കെ അകറ്റാം. ചിലപ്പോൾ ചിലർക്ക് ശരീരഭാരം കൂടുന്നത് മൂലം കഴുത്തിലെ ചർമ്മം കൂടുതൽ ഇരുളാൻ ഇടയുണ്ട്. മുഖത്തെ ചർമ്മത്തിന് നമ്മൾ നൽകുന്ന ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നിവ എല്ലാം ചെയ്യുമ്പോൾ കഴുത്തിനും നമ്മൾ ഇതേ പരിചരണം തന്നെ നൽകുക. അതുപോലെ തന്നെ മുഖത്തിടുന്ന പാക്കുകൾ കഴുത്തിലും പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.